ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഞാൻ വണ്ടി ഇറക്കിയിട്ട് വേറെ ഒന്നും കൊണ്ടല്ല, പൂച്ച വണ്ടിയൊക്കെ കയറുന്നത് ഒരു സൂത്രം കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതിലേ നടന്നു പോയ ആ മയിൽ വണ്ടിയെ കൂടെ കയറി എനിക്ക് ചെടി ചവിട്ടിയിട്ട് കയറിയിട്ട് അതേപടി 2 കാല്. ഇത് വലിയ കാലാട്ടോ, അത്യാവശ്യം വലിപ്പമുണ്ട്. നോക്കി എൻ്റെ കൈ വെച്ച് നോക്കി, അത്യാവശ്യം വലിയ കാല. എന്ത് ചെയ്യുക, മയിലിനെയും പൂച്ചേനെയും കൊണ്ട് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. രാവിലെ ഇത് മീനൂട്ടി പോയി അവിടെ ഇരുന്ന് ലിയോനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അഴിച്ചു കഴിഞ്ഞാൽ മീനൂട്ടി ഓടുന്ന ഓട്ടം ഭയങ്കരമാണ്. എന്നാ മീനു, ലിയോ എന്ത് പറഞ്ഞു? ലിയോ എന്ത് പറഞ്ഞു? വാ പോവാന്ന് പറഞ്ഞോ? ശേ, അവൻ എന്നാ അങ്ങനെ പറഞ്ഞേ? എന്നാ ചെയ്യാതെ നിന്നെ എന്നെ അറിഞ്ഞിട്ടോ? എന്താടാ എന്നെ പറഞ്ഞ? ആ ഇതടാ ആരുമില്ല വണ്ടിയുടെ മുകളിൽ. അപ്പോൾ നമ്മളിത് ഇന്നത്തെ പരിപാടി തുടക്കം വണ്ടി കഴുക്കാണ്. ഫുള്ള് ചളിയാണേ. അപ്പോൾ ഈ വണ്ടി കഴുക്കൊക്കെ കഴിഞ്ഞിട്ട് നേരെ സ്റ്റാൻഡിൽ വന്ന് ഫസ്റ്റ് ഓട്ടം കിട്ടിയിട്ട് കഴിഞ്ഞപ്പോട്ടോ ഞാൻ ഓർത്ത് ഇന്ന് ലിയോയ്ക്ക് ഒരു വാക്സിനേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവനെയും കൂട്ടിയിട്ട് നേരെ വാക്സിനേഷൻ എടുക്കാൻ പോയി. ലിയോ ലിയോ വന്നതിന് ശേഷം അങ്ങനെ ഒരുപാടൊന്നും പുറത്ത് കൊണ്ടുപോയിട്ടില്ല കേട്ടോ. പിന്നെ അങ്ങനെ കൊണ്ടുപോകേണ്ട ഒരു പ്രായമായിട്ടില്ലല്ലോ. അപ്പം നമ്മൾ എന്തായാലും ഒരു 5-6 മാസം വരെ അങ്ങനെ പുറത്തേക്ക് കൊണ്ടുപോകുന്നില്ല. ഇതിപ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി മാത്രം കൊണ്ടുവന്ന കേട്ടോ. ആളെന്തായാലും പുറത്തിറങ്ങി കഴിഞ്ഞാൽ പക്ക ആക്റ്റീവ് കേട്ടോ. ആരോടും അങ്ങനെ വലിയ വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, നല്ല ആക്റ്റീവായിട്ട്. പിന്നെ അവനെ വീട്ടിൽ കൊണ്ടുപോയിട്ട് നേരെ ഒരു ഓട്ടം ഉണ്ടായിരുന്നു, അത് പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ചോറിനാറായി. അവസാനം ചോറുണ്ടാൻ വേണ്ടി വീട്ടിലേക്ക് വന്നേക്കോട്ടോ. ഇത് കണ്ടൊരു കാര്യം കാണിച്ചത് കണ്ടോ, മഞ്ഞളല്ലേ? മഞ്ഞൾ തന്നെ, മഞ്ഞളിൻ്റെ പൂവ് ഇതിലിത് ഉണ്ടല്ലോ, ഫുള്ളതാട്ടോ. ഇത് അവിടെയുണ്ട്, അതുപോലെ തന്നെ ഇത് ഇവിടെയുണ്ട്, ഇവിടെ കുറേ ഉണ്ട് കേട്ടോ. മഞ്ഞളുടെ ഒരു പേട്ടയാണ്. ഇനി പെട്ടെന്ന് പോകണമെന്ന് ഓർത്താ, പക്ഷേ ഈ ടീമും എൻ്റെ വേറൊരു ടീമും കൂടെ ഈ പിടി വിട്ടില്ല. എന്തായാലും അപ്പുറ സൈഡിൽ ആരോമലും ഉണ്ട്. 2 പേരും എന്നെ പിടിവിടാണ്ട് കിടക്കുക കേട്ടോ. പിന്നെ അവരെ കുറച്ചിട്ട് നേരെ വിട്ടു കേട്ടോ. പിന്നെ നേരെ സ്കൂളോട്ടം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്നിട്ട് കുറച്ച് നേരം ഇവിടെ കുറേ താളമൊക്കെ അടിച്ചിരുന്നു. അരമണി മിനിറ്റിന് ഒന്ന് ഡോക്ടറെ കാണിക്കണമായിരുന്നു. പിന്നെ ഡോക്ടറെ കാണിക്കാൻ വന്നത് ഇത് പിന്നെ ഞങ്ങളുടെ സ്വന്തം ഡോക്ടർ സുന്ദർജി ഡോക്ടർ, ഞങ്ങളുടെ സുഹൃത്തും കൂടെ ആട്ടോ.